ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ പണം കൊടുക്കുമല്ലോ, നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴും പല കാര്യത്തിനും നമ്മൾ പണം കൊടുക്കും. ആ പണം കൊടുക്കുമ്പോൾ ഞാനീ പറയുന്ന ഒരു വരി ഉരുവിട്ടുകൊണ്ട്, മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നിങ്ങളൊന്ന് പണം കൊടുത്തു നോക്കിക്കേ. ലക്ഷങ്ങളായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടായി പണം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതായാലും ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ, ആര് പറഞ്ഞാലും. അപ്പം മനസ്സിലാകും കാര്യം എന്താണെന്ന്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഏത് വരിയാണ് ഉരുവിടേണ്ടത്, മനസ്സിൽ ഉരുവിട്ടാൽ മതി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ വിശദമായിട്ട് മുഴുവൻ കാണണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. ഇന്നിപ്പം എന്നെ കാണാൻ ഒരാൾ വന്നു. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പക്ഷേ എങ്കിലും നേരത്തെ വിളിച്ച് അനുവാദം മേടിച്ചിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നു. അപ്പം അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് ഒരു സാധാരണ ഗൾഫിൽ ഒരു സാധാരണ ജോലിക്കാരനായിട്ട് പോയതാണ്. ശരി, സാധാരണ തൊഴിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് വലിയ ഉയർച്ചയൊന്നുമില്ല, രക്ഷപ്പെട്ടില്ല. അപ്പോഴത്തേനും ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യം, ഇതുപോലെയുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അത് ചെയ്ത ശേഷം പിന്നെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു, വേറെ തൊഴിലിൽ പ്രവേശിച്ചു. ഇന്ന് അവിടെ വലിയ ഒരു ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല കോടികളുടെ ആസ്തിയുണ്ട്, ധാരാളം സമ്പത്ത്, ഭൂമി, വീട് എന്ന് വേണ്ട വലിയ സാമ്പത്തികം ഉണ്ടായിത്തീർന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു. കാരണം അത് എന്തിനാണെന്നറിയോ? കാരണം ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിയത്. അതുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥലം മേടിക്കുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അന്ന് സാധിക്കുന്ന പോലെ ചെറിയ ഹെൽപ്പുകൾ ചെയ്യാം. പക്ഷേ അത് കടമായിട്ട് നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം കടമായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെറിയ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ സാമാന്യം ഒരു നല്ല രീതിയിലുള്ള ഹെൽപ്പുകൾ ചെയ്യാം. അദ്ദേഹം ചെറുതെന്ന് പറഞ്ഞാലും സാമാന്യം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഹെൽപ്പായിരിക്കും. പക്ഷേ അപ്പോൾ അതൊക്കെ ക്രമേണ അത് കൊടുത്താൽ മതി, ധൃതിയൊന്നുമില്ല. ഒരു കടവായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്തു തരാം എന്നെന്നോട് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, ഞാൻ പക്ഷേ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ആ ഉള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കടമൊന്നും ഉണ്ടാകാതെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തായാലും അദ്ദേഹം അത് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞ കാര്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അതുപോലുള്ള കാര്യം എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും ഇതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഞാനിങ്ങോട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ ഒരാളൊരു കാറേ വന്ന്, വലിയ കാറാ നിർത്തി. അപ്പം എനിക്ക് ആളാരാന്ന് ആദ്യം മനസ്സിലായില്ല. എന്നോട് പറഞ്ഞ് കയറാൻ പറഞ്ഞു. എപ്പോഴും എനിക്ക് ആളെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞ്, അദ്ദേഹം ആ കാറും കൊണ്ട് വന്ന ആ വ്യക്തി ക്ഷേത്രത്തിൽ പോകുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ പുള്ളി സന്നദ്ധനാണ്. പുള്ളിക്ക് അതുപോലെ വിശ്വാസമാണ്. നമുക്ക് എവിടെ വേണേലും, ഏത് ക്ഷേത്രത്തിൽ വേണേലും, എനിക്ക് ഒരു വിഷയമില്ല. എപ്പം വേണേലും എന്തും പോയി ഞാൻ നല്ല കാര്യം പറഞ്ഞിട്ടുള്ളൂ, വഴിപാട് ചെയ്യാം. പുള്ളിക്ക് അതുപോലെ വിശ്വാസമാണ്. ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ? പുള്ളി കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി എന്നെ കാണാൻ വന്നു. അന്ന് പാവപ്പെട്ടവനാണ്, അല്ലാതെ വലിയ സമ്പന്നനൊന്നും അല്ലായിരുന്നു. ഇപ്പം കാറൊക്കെ എടുത്തു. അപ്പോഴത്തേനും ടാക്സി ഓടുകയാണ്. അതുകൊണ്ടൊക്കെ ജീവിതം വലിയ പാടാണ് ജീവിച്ചു പോകാൻ. അപ്പോഴത്തേനും പുള്ളിയുടെ ഭാര്യയുടെ സ്വർണ്ണം എല്ലാം കൂടെ വെച്ച് കടമൊക്കെ മേടിച്ച് ഒരു വണ്ടി, ഒരു നല്ല കാറ് വന്നിട്ടുണ്ട്. അത് വാങ്ങിയാലോ, പുള്ളിക്ക് സ്വന്തമായിട്ട് ഓടാമല്ലോ. അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് ചെയ്താൽ മതി. അതൊക്കെ പറഞ്ഞു. പിന്നെ അതെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ അതൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള ചില വഴിപാടുകളും പറഞ്ഞു കൊടുത്തു. അന്നൊന്നും പുള്ളിക്ക്, അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഇല്ലായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നോക്കുന്നത്, ഭഗവാന്റെ മുന്നേ ഇരുന്നുകൊണ്ട്. അപ്പോൾ എങ്കിലും അദ്ദേഹം കേട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഇന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാം പരമേശ്വര പാദത്തിൽ സമർപ്പിക്കുന്നു. മുഴുവൻ വീഡിയോ കേൾക്കുക കേട്ടോ. ജീവിതം ഉറപ്പായിട്ടും മാറ്റും. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. അതുകൂടെ പറഞ്ഞ് ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷം ഗ്രഹനിലയാണ് ഞാൻ നോക്കുന്നത്. ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും.
അത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ പറയത്തില്ല. ശാസ്ത്രത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല. ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളായിരിക്കും വരുന്നത്. ഞാൻ ഈ ഫോൺ വിളിക്കരുതെന്ന് ഓരോ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും 10 മിനിറ്റ് ഇടവിട്ട് 103 മിസ് കോളൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഭാഗം സത്യസന്ധമായിട്ട് സമയമില്ല, അതുകൊണ്ടാണ്. ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 12 മണി ആയാലും എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിൽ തന്നെ വർക്ക് സമയത്തിന് തീരുന്നില്ല. അതുപോലെ വർക്കുണ്ടാവും. ഞാനത് ഒരു ഡേറ്റ് അനുസരിച്ച് ആണ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. ഞാൻ ഫ്രീ ആകാറില്ല, ഡേറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാല്ല, ചെയ്യാതിരിക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഇതെല്ലാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിലാണ് അതുകൊണ്ടാണ് ഇതെല്ലാ വീഡിയോയിലും പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വിഷയത്തിലേക്ക് വരാം. പണം നമ്മൾ കൊടുക്കുമ്പോൾ, അത് ആർക്ക് കൊടുത്താലും, ഒരു സാധനം മേടിക്കുമ്പോൾ കൊടുത്താലും, നമുക്ക് വേണ്ടി ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ പണം കൊടുത്താലും, ആർക്ക് പണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഈ ഒരു വരി നമ്മുടെ മനസ്സിൽ ഉരുവിടണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ. അത് മുഴുവൻ കേട്ടാലേ അതിൻ്റെ അകത്ത് ചില രഹസ്യങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞുതരാം. അതുകൂടെ കേട്ടിട്ടേ ഇത് ചെയ്യാവുള്ളൂ. അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്തവരെല്ലാം അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പണം നമ്മൾ കൊടുക്കുമ്പോൾ ആ മനസ്സിൽ ഞാൻ ഈ പറയുന്ന വരി കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പണം കൊടുക്കുക. ആർക്ക് പണം കൊടുത്താലും ഇങ്ങനെ പറയുക: എനിക്ക് ആരോടും യാതൊരു വിരോധവുമില്ല. ഈശ്വര, അവിടുന്ന് തന്ന പണമാണിത്, അവിടത്തേക്ക് നന്ദി ഈശ്വര എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പണം കൊടുക്കുക. ഇത് നിങ്ങളൊരു സാധനം മേടിക്കുമ്പോൾ കൊടുത്താലും, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതിന് നമ്മൾ കൂലി കൊടുക്കുമല്ലോ. എങ്ങനെ പണം ആർക്ക് കൊടുത്താലും ഈ ഒരു വരി മനസ്സിൽ ഒന്ന് ഉരുവിട്ട ശേഷം പണം കൊടുക്കുക. എഴുതി വെച്ചോ, പണം വർദ്ധിച്ചു വരും, വലിയ സമ്പത്ത് വരും. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി അത് വലിയ തുകയായിട്ട്, വലിയ ലക്ഷങ്ങളായിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു വരും. ഇത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തവർക്കെല്ലാം അതുപോലെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്തവർക്ക്, മനസ്സിലാക്കി ചെയ്തവർക്ക് എല്ലാവർക്കും അതുപോലെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. ഒരു നിസ്സാര ഒരു 10-100 രൂപയ്ക്ക് വരെ കഷ്ടപ്പെട്ടവർ പോലും ഇന്ന് വലിയ ലക്ഷങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന വ്യക്തിയാണെങ്കിലും സാധാരണക്കാരനായിരുന്നു. സാധാരണ ജോലിക്കാണ് ഗൾഫിൽ പോയത്. അവരൊന്നും സാധാരണ കുടുംബത്തിൽ ജനിച്ച, ഒരു നിവൃത്തിയില്ലാത്ത, ഇന്ന് കോടികൾ ആസ്തിയുള്ള ആളാണ്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്താണ്. ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യവും സത്യസന്ധമായ കാര്യവും ഞാൻ പറയാറുള്ളൂ. അല്ലാതെ അവൻ ജീവിതകാലം മുഴുവൻ എൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വലിയ തുക മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊന്നും ഞാൻ പറയാറില്ല. ഞാനൊരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലിന് പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഓരോ പ്രാണനിലും ഓരോ ശ്വാസത്തിലും ചില 18 സിദ്ധന്മാർ ചെയ്ത ചില വിദ്യകൾ ചെയ്യുന്ന ആളാണ്. നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നന്മയെ പറഞ്ഞു തരത്തുള്ളൂ. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം അതിൻ്റെ ജീവിതത്തിൽ എല്ലാം സമ്പാദിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു രഹസ്യമുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പണം കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ മനസ്സിൽ പറയുന്നു, കൊടുക്കുന്നതിന് മുമ്പ് മനസ്സിൽ പറയുക, എന്നിട്ട് കൊടുക്കുക: എനിക്കാരോടും യാതൊരു വിരോധമില്ല. ഇത് പറയുമ്പോൾ തന്നെ, മനസ്സിൽ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാകും. ഈ മാലിന്യങ്ങൾ ഇല്ലാതായ മനസ്സിൽ പിന്നെ ഈശ്വരബോധം മാത്രമേ ഉള്ളൂ. മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ എന്നാണെന്നറിയോ? മനസ്സിലെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്വേഷം, വെറുപ്പ്, അസൂയ, പൊങ്ങച്ചം, ഞാനാ ഏറ്റവും വലിയ ആൾ, ഞാനാ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, എനിക്കല്ലേ അറിയാവുള്ളൂ, അല്ലെങ്കിൽ എന്നെ കവിഞ്ഞ ആരുമില്ല, അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും വലിയ സൗന്ദര്യം, അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും വലിയ പണം, ഞാൻ അറിയുന്നത് എനിക്കാണ് ഏറ്റവും വലിയ അറിവ്. ഇങ്ങനെയുള്ള ഞാനെന്നുള്ള അഹങ്കാരങ്ങൾ
അതുപോലെ ഭയം, അസൂയ, വിദ്വേഷം, കുശുമ്പ്, ഇതെല്ലാമാണ് മനസ്സിലെ മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങൾ പോയി കഴിയുമ്പം മനസ്സ് ശുദ്ധമാകും. ആ ശുദ്ധമായ മനസ്സ് ശിവബോധമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ആ ഒരു വരി ഉച്ചരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ശിവബോധം ഉണ്ടായി വരും. എന്നിട്ട് നിങ്ങൾ പറയുന്ന ആ വാചകം ബാക്കി അതിന് തുടർച്ചയായിട്ട് പറയുന്നത് എനിക്ക് പണം തന്നത് ഈശ്വരനാണ് എന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ കയ്യിൽ പണം ഒരാൾക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ആ ഈശ്വരൻ തരുന്നതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് പണം തന്നത് ഈശ്വരനാണ്. അപ്പം ആ ഈശ്വരൻ്റെ കഴിവ് അല്ലെ ഈശ്വരൻ്റെ മഹത്വം അവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ വരികൾ ഉച്ചരിച്ചാൽ മതി. അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് പണം തന്ന ഈശ്വരനാണെന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല. അപ്പം ഞാനെന്നുള്ള അഹങ്കാരം അവിടെ ഇല്ല. ആ ഈശ്വരനോടുള്ള ചിന്തയാണ്. അപ്പം മനസ്സിൽ ആ ഈശ്വരൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായി വരും. അപ്പോൾ എനിക്ക് പണം തന്ന ഈശ്വരനാണ്, ഈശ്വര നന്ദി. അപ്പം എനിക്ക് ആരോട് യാതൊരു വിരോധവുമില്ല, എനിക്ക് പണം തന്നത് ഈശ്വരനാണ്, ഈശ്വര നന്ദി എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ പറഞ്ഞ ശേഷം പണം ആർക്ക് വേണേലും കൊടുത്തു. അത് നിങ്ങൾ ഒരു തവണ 2 തവണ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് നിത്യേന ചെയ്യുക, ഇത് എപ്പോഴും ചെയ്യുക. ഇങ്ങനെ പണം കൊടുക്കുമ്പോൾ ഞാൻ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. സത്യമായിട്ട് ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത്. 10 രൂപ തികച്ചെടുക്കാനില്ലാത്തവർ പോലും ഇന്ന് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായി ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇന്നിപ്പം ഉദാഹരണം പറഞ്ഞ 2 പേരുടെ കാര്യം തന്നെ അത് ഈ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവമാണ്. മനസ്സിലായോ? ഞാൻ ആ പറഞ്ഞ രീതി ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റം മാറിയിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മളെ വീട്ടുകാരെല്ലാം പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന, അല്ലെ സമൂഹം പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് പണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മോശമായ കാര്യമാണ്. അത് ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ തന്നെ നമ്മുടെ അയൽവക്കത്ത് കാശുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നത്, അവർ പണക്കാരാ മോനെ, അവർക്ക് അത് പറ്റത്തുള്ളൂ, നമ്മൾ പാവങ്ങളാണ്. ഇങ്ങനെ മനസ്സിലെപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക. പണം എന്നുള്ളത് ഒരു പ്രത്യേക ആളുകളുടെ മാത്രമേ വരത്തുള്ളൂ, ആ പണം സമ്പാദിക്കുന്നതായിട്ട് ദോഷമായ കാര്യമാണ് എന്നൊക്കെ കുറിച്ച് ചില ചിന്തകളാണ് ചെറുപ്പം മുതലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. മോനെ അവർക്കേ പണം ഉണ്ടാകത്തുള്ളൂ, നമ്മൾ പാവങ്ങളാണ് മോനെ. ഇതൊക്കെ ചെറുപ്പം മുതൽ ഞാനും കേട്ടിരിക്കുന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ ഈ പണത്തെക്കുറിച്ച്, പണം ശരിക്കും ദൈവീകമാണ്. എപ്പോഴാണെന്നറിയോ? നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ ജീവൻ നിലനിർത്താനും മറ്റുള്ള സഹജീവികൾക്കും വേണ്ടി പണം സമ്പാദിക്കുമ്പോഴും നമ്മൾ പണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവൻ അർഹിക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ടി ഒരാൾ ജോലി ചെയ്യുന്നു. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് പണം കിട്ടുമ്പം നമ്മൾക്ക് ആ എന്ത് മൂല്യം കൊടുക്കുന്നോ അതേ സന്തോഷത്തോടെ ആ ജോലി ചെയ്യുന്നവനും അവന് അർഹമായ ആ മൂല്യം നമ്മൾ കൊടുക്കുമ്പോഴാണ് പണം ദൈവികമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ പണത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ആ പണം ഈശ്വരീയമാണ്, ആ പണം ദൈവികമാണ്. അല്ലെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് മാത്രം ഞാൻ ജീവിക്കുമ്പം പണം ദൈവികമല്ല. നമ്മളൊരാൾക്ക് പണം കൊടുക്കുമ്പോഴും നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മൾ പണം കിട്ടുമ്പോൾ എത്ര മൂല്യത്തോടെ, എത്ര ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു, അതേ ബഹുമാനത്തോടെ, അതേ മൂല്യത്തോടെ, അതേ സന്തോഷത്തോടെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനും അർഹമായ പണം കൊടുക്കുമ്പോഴാണ് ആ പണം ഈശ്വരീയമാകുന്നത്. അപ്പോഴാണ് പണത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് വരുന്നത്. ഇനിയും പറയാൻ പോകുന്ന രഹസ്യം ശ്രദ്ധിച്ചു കേട്ടോണം. അവിടാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ലോട്ടറി എടുക്കുന്നു. വല്ലപ്പോഴും ഓരോ ലോട്ടറി എടുക്കുന്നു വിചാരിക്കുക. ആ ലോട്ടറി എടുക്കുന്ന വ്യക്തി ഒരു വികലാംഗനാണ്, അല്ലെ ജോലി ചെയ്യാൻ വയ്യാത്ത ആളാണ്, അല്ലെ ഒരു അസുഖക്കാരനാണ്, അവൻ അതുകൊണ്ട് ജീവിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലോട്ടറിക്ക് 40 രൂപയായി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 50 രൂപ കൊടുത്തിട്ട് 10 രൂപ ഇരിക്കട്ടെ ഏട്ടാ എന്ന് പറയണം. അപ്പോഴാ പണം ദൈവികമാകും. നിങ്ങൾക്ക് 10 ഇരട്ടി തിരിച്ചു തരും. എഴുതി വെച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തവർക്കെല്ലാം സാമ്പത്തികം വന്നിട്ടുണ്ട്. ഈ പണത്തിന് വേണ്ടി ഓടി നടക്കുന്നതിലോ ആക്രാന്തം കാണിക്കുന്നതിലോ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അലഞ്ഞ് പണം ഉണ്ടാക്കുന്നതിലോ ഒന്നുമല്ല കാര്യം. പണം ഈശ്വരീയമായിട്ട്, പണത്തെക്കുറിച്ച് ഈശ്വരീയമായ രീതിയിൽ ആ പണത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ പണം നിങ്ങൾക്ക് അനുഭവമാകുന്നത്, നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നതും അപ്പോഴാണ്.
അല്ലാതെ കുറേ എൻ്റെ സ്വാർത്ഥതയെന്നും പറഞ്ഞ് ജീവിതം മുഴുവൻ അലഞ്ഞ് പണം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ആ പണം നമുക്ക് അനുഭവിക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല, സന്തോഷത്തോടെ അനുഭവിക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. പണം ഈശ്വര്യമായിട്ട് അതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതുകൊണ്ടൊരു അനുഭവം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാളൊരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നു, ഒരു പ്ലംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അവൻ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ കൂലി പറഞ്ഞെന്ന് വിചാരിക്കുക, ചിലപ്പോൾ 800 രൂപയാണ് പറഞ്ഞെന്ന്, ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് അവൻ ആ 800 രൂപയല്ല, അല്പം കൂടെ ഒരു 50 രൂപയും കൂടെ കൂട്ടി കൊടുക്കണം, കാരണം അവൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പറയാതെ തന്നെ ഒരു 50 രൂപയും കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇങ്ങനെ പണം കൊടുക്കുമ്പോഴാണ് പണം വർദ്ധിച്ചു വരുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരാൾ, ഒരു കാല് വയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു കൈ വയ്യാത്ത ഒരാൾ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വയ്യാത്ത ഒരാൾ വന്നു, നിങ്ങൾ സന്തോഷത്തോടെ, നിങ്ങൾക്കിപ്പോൾ 10 രൂപ സാധാരണ എല്ലാവരും കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈശ്വരൻ തന്ന പണം ഉണ്ടെങ്കിൽ 100 രൂപ കൊടുക്കുക. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തവരെല്ലാം കാശ് വാരിയിട്ടുണ്ട്, ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആ നിലയിലായിരിക്കണം. അല്ലാതെ 100 കൊടുത്താൽ 1000 കിട്ടുമല്ലോ എന്ന രീതിയിൽ കൊടുത്താൽ കിട്ടത്തില്ല. അപ്പം നിങ്ങൾ അതൊന്നും ചിന്തിക്കരുത്. ആ ഈശ്വര എന്നുള്ള ചിന്തയിൽ ഇപ്പം എല്ലാവരും 10 രൂപ കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 100 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, ഈശ്വരൻ തന്ന പണം കയ്യിലുണ്ടെങ്കിൽ 100 രൂപ സന്തോഷത്തോടെ കൊടുക്കുക. അപ്പോൾ ആർക്കെപ്പം കൊടുത്താലും ഞാൻ പറഞ്ഞ ഈ വരി ഉരുവിട്ട ശേഷം കൊടുക്കുക. നിങ്ങൾക്കത് 1000 മടങ്ങായിട്ട് ഈശ്വരൻ തരും, ഒരു സംശയം വേണ്ട. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഓക്കെ അതെല്ലാം നല്ല കാര്യം. ആ ക്ഷേത്രത്തിൻ്റെ വെളിയിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലവിടോ ചിലപ്പോൾ ഒരു നേരത്തെ ഒരു ചായ കുടിക്കുക, ഒരു നേരത്തെ ഒരു ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ചിലരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അതിൽ സത്യസന്ധമായിട്ട് ഈ തട്ടിപ്പും പെട്ടിപ്പും ഇരിക്കുന്നവർക്ക് കൊടുക്കരുത്. വെള്ളം അടിച്ച് അലമ്പാക്കി അവർക്കൊന്നും കൊടുക്കരുത്. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുക ഒരുത്തിന് അർഹനാണ് എന്ന് തോന്നിയാൽ ഒരു 10, 20, 30 രൂപ ഒരു നേരത്തെ കാപ്പി കുടിച്ചോ, അല്ലെങ്കിൽ ഒരു 50 രൂപ ഒരു നേരത്തെ കാപ്പി കുടിച്ചോ എന്നും പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഈ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആർക്ക് എവിടെ പൈസ കൊടുത്താലും ഈ ഒരു വരി ഉരുവിട്ട് കൊടുക്കുക. ഈശ്വര എനിക്ക് ആരോട് യാതൊരു വിരോധവുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി. ഈശ്വര എന്ന് ആദ്യം പറയണമെന്നില്ല, എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല. പിന്നെ പറഞ്ഞാൽ മതി, ഈശ്വര അവിടുന്ന് തന്ന പണമാണിത്, അവിടത്തേക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് 10 മടങ്ങാക്കി ഈശ്വരൻ തരും, ഒരു സംശയം വേണം. പക്ഷേ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടായിരിക്കണം. കൊടുത്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കരുത്, അതൊരു ബിസിനസ്സാകും. അതൊരു ബിസിനസ്, അത് കിട്ടത്തില്ല. നിങ്ങൾ അതൊന്നും ആഗ്രഹിക്കാതെ കൊടുക്കുക, അത് 10 മടങ്ങായിട്ട് തിരിച്ചു വരും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പം നിങ്ങളൊരു ഓട്ടം പോകുന്നു, ആ ഓട്ടോക്കാരൻ ചിലപ്പം വെയിറ്റിംഗ് ചാർജും എല്ലാം കൂട്ടി ചിലപ്പം മര്യാദയുള്ളവനാണ് പറയുക, അതൊന്നും പൈസ കുറച്ചാൽ പറയുന്നതെന്ന് വിചാരിക്കുക. ചിലരുണ്ട് മര്യാദക്കാരുണ്ട്, അവർ ഞാനൊക്കെ ഇത്ര ഓട്ടം പോയി കഴിഞ്ഞാൽ ഓട്ടോക്കാരനൊന്നും വെയിറ്റിംഗ് ചാർജ് എടുക്കാറില്ല, അത് 1 മണിക്കൂർ കടന്നാൽ പോലും എടുക്കാറില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നല്ല ആളുകളുണ്ട്, അവരൊരു നല്ല ഒരു മനസ്സൂടെ അങ്ങ് കൂട്ടിക്കും. അപ്പോഴേ ഞാൻ എന്ത് ചെയ്യും, അയാൾ പറയുന്നതിനെക്കാട്ടിലും ഇയാൾക്ക് അർഹമായി ഞാൻ കുറച്ചുകൂടെ കൊടുക്കും സന്തോഷമായിട്ട്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക. അവർക്ക് അർഹരായവർക്ക് വേണം, സന്തോഷത്തോടെ കൊടുക്കണം, ഈ വരി ഉരുവിട്ടിട്ട് കൊടുക്കണം, ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ കൊടുത്താൽ കിട്ടുമെന്നൊന്നും ചിന്തിക്കരുത്, ഒന്നിനും വേണ്ടിയല്ല. നിങ്ങളത് ഒന്നും ചിന്തിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക, 10 മടങ്ങായിട്ട് തിരിച്ചു വരും. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം പരീക്ഷിച്ച് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾ ഏറ്റവും സന്തോഷവാനും ഏറ്റവും സമ്പന്നനുമായി തീരും, ഒരു സംശയം വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ പറഞ്ഞു 2 ലക്ഷം രൂപ സ്ഥലം മേടിക്കുന്ന സമയത്ത് വെറുതെ തരാം. എന്തുകൊണ്ടാണ്? ഞാൻ ഈ വിദ്യകളാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ ജീവിതം മാറിയ ഈ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഞാനൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും നിങ്ങൾ സ്ഥലം മേടിക്കും. കാരണം അവർക്കറിയാം ഞാനൊരു 3.5 സെൻറ്റ് 4 സെൻറ്റിനകത്താണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പേരിലല്ലത്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ജപ്തിയൊക്കെ ആയി 2 വീടൊക്കെ വിറ്റ് അങ്ങനെയാണ് ഞങ്ങൾ 3.5 സെൻറ്റ് സ്ഥലം മേടിച്ചത്.
പക്ഷെ അത് എൻ്റെ പേരിലല്ല. അപ്പോൾ അദ്ദേഹം വന്ന് അപ്പോൾ അതറിയാവുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞ് പണ്ട് തൊട്ടേ പറയുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം മേടിക്കണം താങ്കളുടെ പേര്. അപ്പം ഞാൻ പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല 2 ലക്ഷം രൂപ വെറുതെ തരാമെന്ന്. പക്ഷെ ഞാൻ ചെല്ലുന്ന പ്രാർത്ഥന ഇതാണ്, വെറുതെ ആരെങ്കിലും 10 രൂപ തരാം ഇപ്പോഴത്തെ കാലത്ത് പറയുമോ? ഇതുപോലെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സഹായം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം വരും, ഏത് രീതിയിലും വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ പുതിയ വരുമാന മാർഗം തരും. എനിക്ക് ഇന്നേരെ വർക്കിനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കൊറോണ സമയത്തും ഫുൾ ടൈം, അതായത് 14 ദിവസം ഞാൻ ക്വാറന്റൈനിൽ ഇരുന്നു, ബാക്കി ഫുൾ ടൈം ഞാൻ വർക്കിലായിരുന്നു. ഞാൻ ഒരിക്കലും ഫ്രീ ആയിട്ടില്ല. അത് എൻ്റെ കഴിവോ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്ന ഈ പ്രാർത്ഥനയുടെയും ഞാൻ ചെയ്യുന്ന ആ നന്മയുടെയും ഞാനൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രം അതാ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരത്തില്ല. ആളുകൾ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അതിൽ ഹൃദയത്തിലൊരു ഈശ്വരൻ ഉണ്ടാകണം, എങ്കിലും ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അത് അറിയണം, അനുഭവം വേണം. അപ്പം ഞാൻ ഒരിക്കലും ഫ്രീ ആകാറില്ല. എൻ്റെ ജീവിതത്തിൽ ആ കൊറോണ ആ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ ഫ്രീയേ ആകാറില്ല. എനിക്ക് ചെയ്താലും തീരാത്ത പോലെ വർക്കുകൾ മാസങ്ങളും വർഷങ്ങളും ബുക്ക് ചെയ്ത് കിടപ്പുണ്ട്. എൻ്റെ കഴിവാണോ? അല്ല, എൻ്റെ കഴിവല്ല. എനിക്ക് കഴിവൊന്നുമില്ല, എല്ലാം ഈശ്വരനാണ്. ഞാൻ അതുപോലെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളും ചെയ്ത് നോക്കിയോ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഒരു തവണയല്ല, ഇത് പല തവണ നമ്മൾ 1 മാസമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 3 മാസം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ. നിങ്ങളിലേക്ക് സമ്പത്ത് വരും. പൂർണ്ണ മനസ്സോടെ ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം, ഒന്നും ആഗ്രഹിക്കാതെയും ചെയ്യണം. അത്രമാത്രം പൈസ നിങ്ങളിലേക്ക് വരും, ഒരു സംശയം വേണ്ട. ഇനി ഒരാളൊരു വീട് വെക്കും, 1000 രൂപയെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അത് കൊടുക്കുക. അവനൊരു ചെറിയ ഉപകാരമാകട്ടെ. ഇനി നിങ്ങളെ കൊണ്ട് 1000 രൂപയ്ക്ക് കൂടുതൽ സ്ഥിതി ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇത് എൻ്റെ പണമല്ല, ഈശ്വരൻ തന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? കളി വേറെയാണ്. ഞാൻ എന്നുള്ള അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് ഈ നാശം മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ വലിയ ആളാണ്, ഞാൻ മിടുക്കനാ, ഞാൻ എല്ലാം അറിയാവുന്ന, എല്ലാം ഞാൻ നിയന്ത്രിക്കുന്ന പോലെ ഈ ലോകം മുഴുവൻ, എനിക്ക് ഈ ലോകത്തിന് എല്ലാം അറിയാവുന്ന, ഇങ്ങനെയൊക്കെ ചിന്ത വരുമ്പോഴാണ് നാശം ഉണ്ടാകുന്നത്. ഇത് എൻ്റെ അല്ല, ഈശ്വരൻ തന്ന പണമാണ്. ഈശ്വരന് നന്ദി പറയുക. എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല. ഇത് ഈശ്വരൻ തന്ന പണമാണ്, ഈശ്വരൻ നന്ദി എന്ന് പറഞ്ഞു കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇതിലും വലിയൊരു അറിവില്ല, ഇതിലും വലിയ രക്ഷപ്പെടാനുള്ളൊരു മാർഗമില്ല. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്കൊരിക്കലും തൊഴിലിനോ പണത്തിനോ ഭക്ഷണത്തിനോ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഒരിക്കലും ഈശ്വരൻ ബുദ്ധിമുട്ട് വരുത്തത്തില്ല. അപ്പം ഇത് ഇനിയിപ്പോൾ ഒരാൾ ആശുപത്രി കിടക്കുന്നു, ആളുകൾ സാധന ചെയ്യുന്നതിനകത്തറിയോ, ഇച്ചിരി ആപ്പിളും മുന്തിരി ഓറഞ്ചും മേടിച്ചുകൊണ്ട് കൊടുക്കും. അതിനൊക്കെ കൂടി ഇപ്പോൾ എത്ര രൂപ ആകും? 500 രൂപ അല്ലെങ്കിൽ 300 രൂപ ഒക്കെ ആകും. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ടോന്ന് പറയും. പക്ഷേ എനിക്ക് ബോധ്യമുള്ള, എനിക്ക് ശരിയെന്ന് തോന്നുക, ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ആരോടും പറയത്തില്ല, അറിയാവുന്നവർക്കറിയാം. പക്ഷേ ഇങ്ങോട്ട് ചോദിച്ച് വരുന്നവർ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന, എനിക്ക് ബോധ്യമാകുന്ന അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ആപ്പിൾ മുന്തിരി ഓറഞ്ചും അല്ല ആശുപത്രി കിടക്കുന്നവന് ആവശ്യം. നമ്മളെ കൊണ്ട് പറ്റുന്നത് ആ ഈശ്വരന് നന്ദി പറഞ്ഞിട്ട് പോക്കറ്റ് ഇട്ട് കൊടുക്കുക. പണം അവർക്കതാ ആവശ്യം. ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക. ഇത് ചെയ്താൽ പുണ്യം കിട്ടുമെന്നോ, ഇത് ചെയ്താൽ എനിക്ക് 10 ഇരട്ടിയായിട്ട് വരുമെന്നോ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ പോയി. നമ്മൾ ഒന്നിനും വേണ്ടിയല്ല, ഞാൻ ഒന്നിനും വേണ്ടിയല്ല ചെയ്യുന്നത് കേട്ടോ. സന്തോഷത്തോടെ ഉള്ളത്, നമ്മുടെ ഉള്ളത് പോക്കറ്റ് ഇട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ല ആപ്പിളും മുന്തിരി ഓറഞ്ചും മേടിച്ചു കൊടുത്ത് സഹതാപം പറഞ്ഞിട്ട് പോരുമല്ല. പക്ഷെ അത് ചെയ്തു, അതിനകത്ത് തെറ്റില്ല. പക്ഷെ ഇതാണ് ആവശ്യം. അവനാവശ്യം പൈസയാണ്. അപ്പോൾ അവനൊരു സ്കാനിങ് ചെയ്യണം, അല്ലെ അവന് ആശുപത്രിയിലെ പല കാര്യങ്ങൾ ചെയ്യണം. അവിടെ ആപ്പിളും മുന്തിരിയും കൊടുത്താൽ സ്കാൻ ചെയ്ത് കിട്ടത്തില്ല. അല്ലെ ഡോക്ടർക്ക് ആപ്പിളും മുന്തിരിയും കൊടുത്താൽ ഇവരുടെ ഈ പൈസ കുറച്ച് കൊടുക്കത്തില്ല. ആശുപത്രി ബില്ലിന് വരെ കുറേ ആപ്പിളും മുന്തിരിയും കൊടുത്താൽ ഉടനെ ബില്ലടച്ച് കിട്ടത്തില്ല. അവിടെ പണമാണ് ആവശ്യം. അവൻ്റെ ആവശ്യം അതാ. ആവശ്യം അനുസരിച്ച് ആ ഈശ്വരീയമായ പ്രാർത്ഥനയോടുകൂടി അവനൊരു സഹായം ചെയ്യുമ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്. ആ പണം ഈശ്വരീയമാണ്.
ഇതാണ് പഠിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈശ്വരീയമായ സനാതനമായ ആ ഈശ്വരീയമായ കാര്യങ്ങൾ. മനസ്സിലാകുന്നുണ്ട് അല്ലെ? അതും ഇതും അറിഞ്ഞിട്ടൊന്നും ജീവിതത്തിൽ മാറ്റം വരത്തില്ല. നിങ്ങൾ ആരെ വലിയ ആളായിട്ട് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പറയുന്ന കാര്യം എന്താണോ, ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾ വഴിവെച്ച് കണ്ടാൽ മിണ്ടുപോലും ചെയ്യേണ്ടതേ, എനിക്ക് സന്തോഷമുള്ളൂ. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഞാൻ ആ ശിവബോധത്തിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ആശയങ്ങൾ, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. അത്രയും മതി, വേറെ കാര്യമൊന്നും വേണ്ട. അപ്പം നമ്മളൊരു ആശുപത്രി ചെല്ലുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ ചെന്നെന്ന് വിചാരിക്കുക. അവിടുത്തെ ആ ജോലി ചെയ്യുന്നവൻ്റെ പാവപ്പെട്ടവനാണെന്ന് വിചാരിക്കുക. അവനൊരു കത്രിക മേടിക്കാൻ പോലും പൈസയില്ല, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്. അവന് തൊഴിലിന് വേണ്ടി നമ്മൾ മേടിച്ചു കൊടുക്കുക. ഒരുത്തൻ്റെ തൊഴിലാണ്, പറ്റുമെങ്കിൽ അവൻ അതുകൊണ്ട് അരി മേടിക്കട്ടെ. അതിനോളം പുണ്യം വേറൊന്നുമില്ല. നമ്മൾ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യരുത് കേട്ടോ. സന്തോഷത്തോടെ ഈ പ്രാർത്ഥന ചെയ്തിട്ടങ്ങ് ചെയ്യുക, ഈ വരി ഉരുവിട്ടങ്ങ് ചെയ്യുക. ഇനി അമ്പലത്തിൽ ചെല്ലുന്നു. നമ്മൾക്ക് വഴിപാട് ചെയ്ത് കഴിയുമ്പം പൂജാരിക്ക് ചിലരുണ്ട് 2 രൂപ തപ്പും, 5 രൂപ തപ്പും. ഇങ്ങനെ തപ്പി 5 രൂപ എടുത്തിട്ട് കൊടുക്കും. നിങ്ങൾ 10 രൂപ കൊടുക്കേണ്ടതിന് വരെ ഒരു 100 രൂപ കൊടുത്ത്, ഒരു 50 രൂപ കൊടുത്ത്, സന്തോഷത്തോടെ കൊടുത്ത് നിങ്ങൾക്ക് ഈശ്വരൻ അതുപോലെ തരും. ഈ കൊടുക്കാൻ പഠിക്കുന്നിടത്താണ് പണം വരുന്നത്. മനസ്സിലാവുന്നുള്ളൂ. മേടിക്കുന്നത് മാത്രമല്ല, കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ഞാനൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. അവിടെ അടിച്ചു തളിക്കാരി അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഒരു തുക കൊടുക്കുക. പുള്ളി 500 രൂപ കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സന്തോഷമായി കാണും. 54 വയസ്സായിട്ട് പുള്ളിക്ക് നടക്കാത്ത കാര്യം, വീട് സ്ഥലം പുള്ളി അത് കഴിഞ്ഞ് മേടിച്ചു. ഞാൻ പറഞ്ഞു ചെയ്ത, ഈ നാക്കുകൊണ്ട് പറഞ്ഞു ചെയ്ത കാര്യമാണ്. അതൊക്കെ അതാണ്, അപ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്. അല്ലാതെ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രം ഇങ്ങനെ സമ്പാദിച്ച് അക്കൗണ്ടിൽ ഇട്ട്, അല്ലെ അത് മാത്രം ചിന്തിച്ച് നടന്നാൽ ആ പണം സ്വാർത്ഥമായ പണമാക്കും. അത് ചിലപ്പോൾ അനുഭവിക്കാൻ പോലും പറ്റത്തില്ല. ഇരിക്കുന്ന ഇരിപ്പിലായിരിക്കും ചിലപ്പോൾ തീർന്നു പോകുന്നു. മനസ്സിലായി? അല്ലെ അസുഖമായിട്ട് കിടപ്പാകും. അതുകൊണ്ട് അനുഭവം ഉണ്ടാകണമെന്നില്ല. ആ പണം മറ്റുള്ളവർക്കും അർഹരായവർക്കും നമ്മൾ മനസ്സറിഞ്ഞ് അർഹിക്കുന്ന രീതിയിൽ നൽകുമ്പോഴാണ് അത് ഈശ്വരീയമാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നു മുതൽ ചെയ്യുക. ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മാറി എഴുതി വെച്ചു. നിങ്ങൾ ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എത്ര സാമ്പത്തികം ഇല്ലാത്തവനും ആയിക്കോട്ടെ, നിങ്ങൾ ഈശ്വരൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അത്ഭുതകരമായ രീതിയിൽ ആ ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിക്കും. നിങ്ങൾക്കൊരിക്കലും ഒന്നിനും ബുദ്ധിമുട്ട് വരത്തില്ല. തൊഴിലില്ലാതെ വരത്തില്ല, സാമ്പത്തികം ഇല്ലാതെ വരത്തില്ല. എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടാക്കി പണമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അസുഖമൊക്കെ ആയിട്ട് കടപ്പായി കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വല്ല കാര്യവും. ആ പണം കൊണ്ട് നമുക്ക് അനുഭവം ഉണ്ടാകണം. അതിനിങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഇനി ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കും. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, പറ്റുന്ന രീതിയിൽ സന്തോഷത്തോടെ. ഒരു കൊച്ചിന് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ട്, പറ്റുന്ന രീതിയിൽ മതി, നമ്മുടെ ഉള്ള പോലെ മതി. സന്തോഷത്തോടെ ഈ വരി പറഞ്ഞിട്ട് കൊടുക്കുക, ഉള്ള പോലെ മതി. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, നമുക്കൊരു 50 രൂപ കൊടുക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ, ഈശ്വരൻ തന്ന പണം കയ്യിലുണ്ടെങ്കിൽ 50 രൂപ തന്നെ കൊടുക്കണം. അവിടെ 50 രൂപ മാറ്റി വെച്ചിട്ട് 2 രൂപ 5 രൂപ 10 രൂപ എടുത്ത് കൊടുത്താൽ അത് കാര്യമില്ല. അങ്ങനെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി. നിങ്ങളുടെ കയ്യിൽ ഒരു 50 രൂപ ഒരു തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 50 രൂപ കൊടുത്തു പോകും. 10 രൂപയ്ക്ക് വരും. നിങ്ങൾക്ക് പണം 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. നിങ്ങൾ എവിടെ ഇങ്ങനെ പണം, നിങ്ങൾക്ക് ഉള്ളവനോ ഇല്ലാത്തവനോ എന്നല്ല, നിങ്ങളെക്കൊണ്ട് എവിടെ നിൽക്കുന്നോ, നിങ്ങൾ എത്ര സാമ്പത്തികം ഇല്ലാത്തവനാണെങ്കിലും അവിടെ നിന്നോട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു തുടങ്ങണം. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നു മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതം മാറി. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ദിവസവും ചെയ്യണം. ഒരു ദിവസം തന്നെ നമുക്ക് പലപ്പോഴും പണം കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അതിങ്ങനെ ചെയ്ത് നോക്കുക.
സന്തോഷത്തോടെ കൊടുക്കുക. ഈ കൊടുക്കാൻ പഠിച്ചാൽ ഉണ്ടല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടു. കൊടുക്കാൻ പഠിച്ചാൽ ഈ ഇതുപോലെയുള്ള സഹായങ്ങൾ ഈ ഒരു സന്തോഷത്തോടെ ഇതുപോലെ പണം കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അവിടെയാണ് കളി കിടക്കുന്നത്. അല്ലാതെ എല്ലാം മേടിച്ച് പാത്തു വെക്കുന്നതിനകത്തല്ല കളി കിടക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക. ശിവലിംഗത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പം ശിവലിംഗത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പം പലയിടത്തും ശിവലിംഗത്തിൻ്റെ രഹസ്യം പറയുമ്പം പുരാണം പറയും, ഉപനിഷത്ത് പറയും, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയും. ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോകും. പക്ഷെ അതൊന്നും അല്ല ശിവലിംഗത്തിൻ്റെ രഹസ്യം. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവലിംഗം ഏത് ഭാഗത്ത് നോക്കിയാലും അത് ഒരുപോലെ കാണും. പുറകിൽ നോക്കിയാലും മുന്നിൽ നോക്കിയാലും സൈഡിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഒരുപോലെ കാണുന്ന ശിവലിംഗം. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിന് വൃത്താകൃതിയാണ് അല്ലേ? ആ ആകൃതിയുടെ പ്രത്യേകതയാണ്. കാരണം അത് ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഊർജത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് ഏത് ഡയമെൻഷനെ എവിടെ നിന്ന് നോക്കിയാലും അത് ആ ഒരുപോലെ തന്നെ കാണും ശിവലിംഗം. കാരണം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തം പോലാണ്. അവിടെ അതിലൊരു രഹസ്യമുണ്ട്. കാരണം അത് ഊർജത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷീ എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജം പ്രാണനിൽ നിന്ന്, പ്രാണൻ നെഞ്ചിലാണ് കേട്ടോ, പ്രാണന്, അതായത് ആ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആ അപാനനിൽ നിന്ന്, അപാനൻ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനാദികളെ സഹായിക്കുന്ന വായുവാണ് അപാനൻ. ആ അപാനനിൽ നിന്ന് ഊർജം പ്രാണനിലേക്ക് വന്ന് അത് സഹസ്രാരത്തിലേക്ക് പോകുന്നു ശീ എന്നുച്ചരിക്കുമ്പോൾ. വാ എന്നുച്ചരിക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ ആജ്ഞയിലേക്ക് വ്യാപനം ചെയ്യുന്നു. അത് ഏകദേശം ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ്. മുകളിലേക്ക് വരുന്നു, സൈഡിലേക്ക് വ്യാപിക്കുന്നു. അപ്പോൾ അതൊരു ശിവലിംഗ ആകൃതിയിലായിരിക്കും ഏകദേശം വരുന്നത്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. അത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. നേരത്തെ ഞാൻ ഒന്ന് കാണിച്ചതായിരുന്നു, എങ്കിലും ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി. ഇത് കണ്ടോ, ഊർജം മുകളിലേക്ക് പോകുമ്പോൾ ഷീ എന്ന് ജപിക്കുമ്പോൾ ഊർജം ശരീരത്തിന് മുകളിലേക്ക് പോകുന്നു. കണ്ടോ, മുകളിലേക്ക് ഊർജത്തിൻ്റെ സഞ്ചാരം ഉണ്ടാകും. വാ എന്ന് പറയുമ്പോൾ ആ ഊർജം ആ ഭ്രൂമധ്യത്തിൻ്റെ രണ്ട് സൈഡിലേക്കും വ്യാപിക്കുന്നു. ഇത് ശിവലിംഗാകൃതിയിലാണ്. ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ ഊർജത്തിൻ്റെ സഞ്ചാരമാണ് ശിവലിംഗാകൃതി. മനസ്സിലാവുന്നുണ്ടോ? ഊർജത്തിൻ്റെ സഞ്ചാരമാണ് ആ ശിവലിംഗാകൃതി. അതാണ് ശിവലിംഗം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അറിഞ്ഞ് ശിവനെ വിളിച്ചാൽ നിങ്ങൾക്കെല്ലാം ഭഗവാൻ നൽകും. അപ്പോൾ ആ ശിവലിംഗത്തിൻ്റെ ഒരു രഹസ്യമാണ്, എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഭഗവാൻ തന്ന ജ്ഞാനമാണ് പറയുന്നത്. അപ്പോഴേ ഇങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ഉണർന്ന ഉടനെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്ത് കഴിഞ്ഞോ, ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴാണെന്ന് വെച്ചാൽ കറുത്ത രൂപത്തിൽ ശിവലിംഗം ഒന്ന് ധ്യാനിക്കുക. ഇത് ദിവസവും ചെയ്യുക. ഉണർന്ന ഉടൻ ശിവലിംഗം ഒന്ന് ധ്യാനിക്കുക കറുത്ത രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിൽ. അവിടെ മന്ത്രമൊന്നും ജപിക്കണ്ട, വെറുതെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. നിത്യേന ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അന്നു മുതൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. പരീക്ഷിച്ച് നോക്കൂ. പക്ഷെ ആത്മാർത്ഥമായിട്ടായിരിക്കണം. സങ്കല്പിച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അത് നടക്കുമോ എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നത്. നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾ കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾ എവിടെ ഇരുന്നോ നിന്നോ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെ ഒരു ശിവലിംഗം ഒന്ന് ധ്യാനിക്കുക കറുത്ത രൂപത്തിൽ. കണ്ണ് തുറന്ന് തന്നെ ധ്യാനിക്കുക. ഒരു മന്ത്രവും ജപിക്കണ്ട. ഇത് നിങ്ങൾ നിത്യേന ചെയ്തു പോന്നാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. ഇതിനപ്പുറത്തൊരു ശിവരഹസ്യമില്ല. ചെയ്തു നോക്കിക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഭഗവാൻ എല്ലാം സാധിച്ചു തരും. ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും. ദിവസവും ചെയ്യുക. കോടികൾ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം പറഞ്ഞത്. അവിടെ മന്ത്രം ജപിക്കണ്ട, ഒരു മന്ത്രവും ജപിക്കണ്ട. ശിവായ നമ, ഓം നമഃ ശിവായ ഒന്നും ജപിക്കണ്ട. ശിവലിംഗം മാത്രം ധ്യാനിക്കുക. ഉണർന്ന ഉടനെ കൈയും കാലും മുഖം കഴുകിയിട്ട്
നിങ്ങൾക്ക് ഇരുന്നോ നിന്നോ നടന്നോ എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം. പക്ഷേ ഫ്രീ ആയിട്ടിരിക്കുമ്പം വേണം. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ചെയ്യരുത്. എവിടെയെങ്കിലും നിന്നോ ഇരുന്നോ, വീട്ടിൽ തന്നെ ഇരുന്നോ ഒരു സെക്കൻഡുകളോ മിനിറ്റുകളോ ധ്യാനിച്ചാൽ മതി. ഒരുപാട് നേരവും ചെയ്യണ്ട. ഇത് നിത്യേന ചെയ്തു നിങ്ങളുടെ എല്ലാ ആഗ്രഹവും പോകാൻ സാധിച്ചു. ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല. പോലും അത്ഭുതകരമായ ആശ്ചര്യകരമായ വിദ്യയാണ്. ചെയ്തു നോക്കിക്കോ. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയ പ്രസാദം ഒരമ്മയ്ക്കാണ് കൊടുത്തത്. ആ അമ്മയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിതമാണ് അപ്പം ഞാൻ ആലോചിച്ചത്. ആ അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ശനിയാഴ്ചകളും ശിവക്ഷേത്രത്തിൽ പോകുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ഇത് വർഷങ്ങളോളം പോകുമായിരുന്നു. അപ്പോൾ അന്ന് അമ്മയുടെ വീട്ടിൽ വളരെ ദാരിദ്ര്യമായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വർഷങ്ങളോളം അവർ അത് ചെയ്തു. ഇന്ന് അവർ മക്കളെല്ലാം നല്ല മക്കളാണ്. എല്ലാം നല്ല നിലയിലായി, വളരെ സാമ്പത്തികമായി. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഇപ്പം മക്കളൊക്കെ നല്ല നിലയിലായി സാമ്പത്തികമായി പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ എല്ലാം മിക്കയിടത്തും മക്കളൊക്കെ വലിയ സാമ്പത്തികമായാൽ പോലും വീട്ടുകാരെ നോക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അമ്മയെ നോക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? കാരണം അവരെ ഇത് പഠിപ്പിച്ചിട്ടില്ല. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? നീ പഠിക്കണം, നീ പണം ഉണ്ടാക്കണം, മറ്റവനെക്കാട്ടി നീ പണക്കാരനാകണം. ഇതാ പഠിപ്പിച്ചിരിക്കുന്നത്. അതവൻ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷേ ഈശ്വര്യമായ കാര്യങ്ങളോ നന്മയോ അല്ലെ, നീ നിൻ്റെ അച്ഛനെയും അമ്മയും നോക്കുക എന്നുള്ള നിൻ്റെ ഉത്തരവാദിത്വമാണ് അത്, അല്ലാതെ ഹോം നേഴ്സിൻ്റെ ഉത്തരവാദിത്വമല്ല എന്നവനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവൻ നോക്കാത്തതിലും ഇപ്പോഴുള്ള സാധാരണ കാണുന്ന അനുഭവങ്ങളാണ്. നോക്കാത്തതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ പഠിപ്പിച്ചിരിക്കുന്ന അവർ ചെയ്യുന്നു. അല്ലേ ചെറുപ്പത്തിൽ മുതൽ ക്ഷേത്രത്തിൽ പോവുക, നന്മകൾ, നല്ല കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ വില, മൂല്യം, അപ്പനെ അമ്മയും നോക്കേണ്ട ഒരു ആവശ്യകത, അപ്പനും അമ്മയും അച്ഛനും അമ്മയും ഈശ്വരനാണെന്നുള്ള ബോധം, അച്ഛൻ അമ്മ ഗുരു ഈശ്വരനാണ്, ഇതൊന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ അച്ഛനും അമ്മയും നോക്കാത്തതിൽ ഒരു അർത്ഥവുമില്ല. പൈസ ഉണ്ടാക്കും, വെളിയിൽ പോകും, കാശുണ്ടാക്കും, അച്ഛൻ ഇവിടെ അമ്മ ഇവിടെ കിടക്കും, അവൻ യൂറോപ്പിലും കിടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഹോം നേഴ്സിനെ ആരെങ്കിലും പറഞ്ഞേൽപ്പിക്കുന്നതാണ് ഇപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതി. എല്ലാവരുടെയും അല്ല, ചിലരുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ എല്ലാ ശനിയാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളും വർഷങ്ങളോളം ശനിയാഴ്ചകൾ ശിവക്ഷേത്രത്തിലും രാവിലെ പോകും, വെളുപ്പിനെയാണ് പോകുന്നത്. വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകും. ഇന്ന് ആ അമ്മയ്ക്ക് മക്കളൊക്കെ പഠിച്ചു, നല്ല നിലയിലായി, എല്ലാം നല്ല മക്കളാണ്. ആ അമ്മ ഇന്ന് ആ മക്കൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. ആ അമ്മയ്ക്ക് യാതൊന്നിനും കുറവില്ല. അതുപോലെ അമ്മയെ നോക്കുന്നുണ്ട്. അമ്മയെ നോക്കാൻ അവർ സമയം കണ്ടെത്തുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെയാണ് അതിൻ്റെ മഹത്വം. അതാരാ? അവർ ചെയ്ത നന്മയുടെയാണ്. അവർ ആ ശിവക്ഷേത്രത്തിൽ വർഷങ്ങളോളം പോയി വെളുപ്പിനെ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു. ഭദ്രകാളി ക്ഷേത്രത്തിൽ വർഷങ്ങളോളം വെളുപ്പിനെ പോയി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ്, അവർ ചെയ്ത നന്മയുടെ ഫലമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ അമ്മയ്ക്കാണ് ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയ പ്രസാദം ഞാൻ കൊടുത്തു. അമ്മ ഒട്ടോളം പറഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ കാര്യം ഞാൻ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന്, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ധന്വന്തരമൂർത്തിയുടെ നടയിൽ നിന്ന്, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശം എന്ന് ഞാൻ ജപിച്ചു. വലിയ സന്തോഷമായിരുന്നു. ഓം നമോ നാരായണായ ജപിച്ചു. ഞാൻ കുറച്ച് എണ്ണ മേടിച്ച് അതിൻ്റെ പകുതി ഭഗവാന്റെ മുന്നിലുള്ള കൽവിളക്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ പിതൃക്കൾക്കും, മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പിതൃക്കൾ, എൻ്റെ കുടുംബക്കാർക്ക് മാത്രമല്ല, എല്ലാ പിതൃക്കൾക്കും, മരണപ്പെട്ടു പോയ എല്ലാ പിതൃക്കൾക്കും ഈശ്വരീയമായ സദ്ഗതി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എണ്ണയുടെ പകുതി ഭഗവാന്റെ മുന്നിലുള്ള കൽവിളക്കി ഒഴിച്ചു, ബാക്കി അവിടെ ഇറക്കി വെച്ചു. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. എനിക്കത് വേണം, എനിക്കിത് വേണമെന്നൊന്നും ഞാൻ പറയാറില്ല. അതൊരു സന്തോഷമാണ്. ആ സന്തോഷം എത്ര ആഹാരം കഴിച്ചാൽ കിട്ടത്തില്ല. എത്ര നമുക്ക് ആളുകൾ നമ്മളെ പുകഴ്ത്തിയാലോ ഇകഴ്ത്തിയാലോ ഒന്നും കിട്ടത്തില്ല. അത് ഈശ്വരീയമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവർക്കും വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ശിവശിവ എങ്കില തീവണയാളർ, ശിവശിവ என்றிடா തീവണയുമാലും, ശിവശിവ என்றிடா തേവരുമാവർ, ശിവശിവ എന്നാ ശിവഗതികാലം. ഓം നമ ശിവായ. ശിവായ ശിവ.
ശിവോഹം. ശിവോഹം ജഗത് സർവം ചിദാനന്ദരൂപം ശിവോഹം. ന പുണ്യ ന പാപ ന സൗഖ്യ ന ദുഃഖ ന മന്ത്ര ന തീർത്ഥ ന വേദോ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭക്തു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. അത് ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ. അവിടെ താളവും ശ്രുതിയും ലയവും ഒന്നുമില്ല, ഭഗവാനിൽ ലയിച്ചാണ് പാടുന്നത്. ആ ഭംഗിയൊന്നുമില്ല പാട്ട്, പക്ഷേ ഹൃദയത്തിൽ നിന്നാണ്. അവിടെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു ഇതാണ്. ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. അതങ്ങ് ലയിച്ച് മനസ്സങ്ങ് ഇല്ലാതാവുകയാണ്. ശിവോഹം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.